ആദ്യ കൂടിക്കാഴ്ചയിൽ വിശ്വാസം നേടാനുള്ള 3 സീക്രട്സ് പറയാം. നമസ്കാരം, ഞാൻ ബബ്ലു മോഹൻ, സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ. ഇന്ന് നമുക്ക് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എങ്ങനെ കസ്റ്റമറുടെ വിശ്വാസം നേടാം എന്നത്. ഒന്നാമത്തെ രഹസ്യം, സംസാരിക്കുന്നതിലുപരി കേൾക്കുക. കസ്റ്റമർ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കണം. അവരുടെ സ്വപ്നങ്ങളും ഭയങ്ങളും മനസ്സിലാക്കുക. ഏകദേശം 70% അവർ സംസാരിക്കട്ടെ. നമ്മൾ 30% മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ രഹസ്യം, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണ്? ജീവിത ലക്ഷ്യം എന്താണ്? ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അർത്ഥമാകുന്നത്? ഇങ്ങനെ ഹൃദയത്തിൽ തൊടുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ കസ്റ്റമർ നിങ്ങളെ ഒരു സാമ്പത്തിക സുഹൃത്തായി കാണും, ഒരു സെയിൽസ്മാൻ ആയിട്ടായിരിക്കില്ല കാണുക. മൂന്നാമത്തെ രഹസ്യം, പ്രൊഡക്റ്റിനെ പറ്റിയല്ല സംസാരിക്കേണ്ടത്, സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുക. പോളിസികൾ, റിട്ടേൺസ്, സ്കീമുകൾ ഇവ പറയുന്നതിന് മുമ്പ് അവരുടെ ഫൈനാൻഷ്യൽ ഗോൾസിനെ കുറിച്ച് സംസാരിക്കുക. അവർക്കുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് വ്യക്തമാക്കുക. ചുരുക്കി പറയുമ്പോൾ, കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, പരിഹാരത്തെ മുൻനിർത്തുക. ഇതൊക്കെയാണ് വിശ്വാസം നേടാനുള്ള 3 വഴികൾ. വിശ്വാസമുണ്ടെങ്കിൽ വിൽപ്പന എളുപ്പമാകും. വിശ്വാസമുണ്ടെങ്കിൽ ബന്ധം ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. പ്രായോഗികമായ ടിപ്പുകൾ ഞാൻ ദിവസേന ഈ ചാനലിൽ പങ്കുവയ്ക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.